അവസാനം ഫാനിൽ തുണിയൊക്കെ ചുറ്റിയിട്ടുള്ള ഫോട്ടോ കാണിക്കുന്നു. ഫൈനൽ ഓപ്ഷൻ എന്നാണ് അവൾ പറയുന്നത്. അവൾ പറഞ്ഞു നീ ഹാപ്പിയായി നിൽക്കുന്നു, ഞാൻ മരിക്കാൻ പോവാണെന്ന് പറയുന്നു. അവസാനം 3:44 ഇനി എന്തും നോക്കണ്ട, ബായ്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളിത് അവസാനിപ്പിക്കുകയാണ്. ഉള്ള ശബ്ദമാണ്. എത്ര മണിക്കാണ് അവൾ ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തത്? ഒരു 4 മണി 5 മണിൻ്റെ ഉള്ളിലായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലെ. ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലെ. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ നീതിയും കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷേ നിസാരമായ ഒരു പ്രണയത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്ത ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലരും അറിഞ്ഞു കാണും. 2 ദിവസം മുമ്പ് കാസർഗോഡ് നടന്ന സംഭവം. രഹന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വേർപാട്. തന്റെ ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിലായി കടന്നു വന്ന 2 കാമുകന്മാർ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതാണ്. നമുക്കതിനെ കുറിച്ച് A to Z നോക്കാം. ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 19 വയസ്സാണ്. അതായത് +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ഈ പെൺകുട്ടിയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ ഗൾഫിലാണ്. ആകെ കൂടെ ഉള്ളത് ബുഷറ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠത്തി മാത്രമാണ്. അങ്ങനെ +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു ഈ പെൺകുട്ടി. പക്ഷേ ഈ പെൺകുട്ടി +2 പഠിക്കുന്ന സമയത്ത് ഇജാസ് എന്ന് പറയുന്ന ഒരുത്തരുമായി പ്രണയത്തിലായിരുന്നു. അങ്ങനെ പ്രണയമൊക്കെ ആരംഭിച്ച് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ അറിയുന്നത് അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത്. അങ്ങനെ അവൾ എന്താക്കുന്നു, ആ പ്രണയത്തിൽ നിന്ന് പിന്തിരിയുന്നു. അതോടെ ഈ കാമുകൻ യൂഷ്വൽ കലിപ്പൻ മോഡിലേക്ക് മാറുന്നു. അവളുടെ പിന്നാലെ നടന്ന് പ്രണയത്തിലേക്ക് തിരിച്ചു വരാനുള്ള അഭ്യർത്ഥന നടത്തുന്നു. അത് വില പോകില്ല എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതായത് ഞാൻ നിന്റെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിന്നെ നാറ്റിക്കും എന്തൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ അവളുടെ മനസ്സ് ആ പ്രണയത്തിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ അവൾ വീണ്ടും ആ പ്രണയത്തിലേക്ക് തിരിച്ചു പോയില്ല എന്നുള്ളതാണ്. അവൻ എന്താക്കി, പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്തു. അവളുടെ ഫോട്ടോസ് കുറെ സോഷ്യൽ മീഡിയയിൽ അവളെ നാറ്റിച്ച് അവളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഇടയിലേക്ക് അത് വൈറലാവുകയും ചെയ്തു. പിന്നെ അവരുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇവൻക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇവരെന്താക്കാണ്, കുമ്പള സ്റ്റേഷനിൽ പോയി പരാതി നൽകാണ്. ആദ്യം പോയി പറഞ്ഞപ്പോൾ പോലീസുകാർ വലിയ മുഖവിലൊക്കെ നടത്തിയില്ല. അത് ഒട്ടുമിക്ക സ്റ്റേഷനിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുക. അങ്ങനെ ഇവരെന്താക്കാണ്, ഉള്ള പിടിപാട് വെച്ച് DYSPന്റെ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കുകയാണ്. അങ്ങനെ പരാതി സ്വീകരിച്ച് ഈ പയ്യൻ എന്താക്കാണ് 14 ദിവസത്തേക്ക് റിമാൻഡിൽ ഇടാണ്. ഏകദേശം 4ഓളം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടെ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതിയതാണ്. പക്ഷെ കരുതിയെടുത്ത് നിന്നും നമ്മൾ വിചാരിച്ചതിനേക്കാളും കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന് വേണം പറയാം. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? ഈ ഇജാസ് എന്ന് പറയുന്നവൻ ഇവളെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്ന ഒരു സമയത്ത് ഇവളെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു, ബിലാൽ എന്ന് പറയുന്നവൻ. അവനായിരുന്നു ഇവൾ ഇതിൽ നിന്നൊക്കെ ഊരി പോരാൻ വേണ്ടി സഹായിച്ചത്. അങ്ങനെ ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്ന് കണ്ടപ്പോൾ ബിലാൽ നൈസായിട്ട് അവൾ കയറി പ്രപ്പോസ് ചെയ്തു. ആസ് യൂഷ്വൽ ബെസ്റ്റി തിങ്. അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ. നൈസായി മറ്റവൾ ഉള്ളിൽ കൂടെ അങ്ങ് കയറി ഗോളടിച്ചാണ് സംഭവം. അങ്ങനെ അതിനുശേഷം 11 മാസത്തോളം അവർ തമ്മിൽ പ്രണയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവൾ കയറി ആത്മഹത്യ ചെയ്യുന്നത്. ആ പ്രണയത്തിനിടയിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ആത്മഹത്യയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ പെൺകുട്ടി മരിക്കുന്ന ദിവസത്തിന്റെ രാവിലെ 3:45 വരെ കാമുകരുമായി ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് രാവിലെ 5 മണിക്കാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ ചാറ്റിൽ അവസാനം അവർ തെറ്റി പിരിഞ്ഞിട്ടാണ് പോകുന്നത്. എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള അവസാനത്തെ ചാറ്റ് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൽ അവതാരകന് വായിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ പെങ്ങളെ മുന്നിൽ വെച്ച്. നമുക്ക് എന്തായാലും കണ്ടോ. റിപ്ലൈ ആക്ക് എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്, രഹന പറയുന്നുണ്ട് ബിലാലിനോട്, നീ റിപ്ലൈ ആക്ക് പ്ലീസ്. അപ്പോൾ ബിലാൽ റിപ്ലൈ ചെയ്യുകയാണ്, നീ കുറച്ച് സബൂർ പ്ലീസ്, അതായത് നീ ഒന്ന് ക്ഷമിക്ക് എന്നാണ് ബിലാൽ. ആ രാത്രി 1:50 ഇന്ന് നടക്കുന്നുള്ളത്. പിന്നെ ആ തുടർച്ചയായിട്ട് ബിലാലിൻ്റെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലു ഒരിക്കൽ ഫോൺ എടുക്കുന്ന അവൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു, ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഹായ് ബ്ലോക്ക് എടുക്കുന്നെന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. ഇത് രാത്രി 3 മണിക്കാണ്. ബ്ലോക്ക് എടുക്ക് പ്ലീസ്, ബ്ലോക്ക് എടുക്കുന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. ഇത് രഹന അവളുടെ ഉമ്മയുടെ ഫോൺ ഉപയോഗിച്ചപ്പോഴാണ്. 3:03 വരെ ബ്ലോക്ക് തന്നെയാണ്. അവൻ കോൾ ആക്കിയാൽ നെക്സ്റ്റ് ഞാൻ പറയുന്നില്ല, നിർത്തി, ഓക്കെ. അവൻ കോൾ ആക്കിയില്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ പറയുന്നില്ല. അപ്പൊ ആരോ ഒരു അവനുണ്ടോ? അതാരാണ് അവൻ? അറിയില്ല. ബിലാൽ മാത്രമല്ല, ഇതിനിടയിൽ ആരോ ഒരു അവൻ കൂടിയുണ്ട്. അത് ശരി, അങ്ങനെ പറ. അപ്പൊ ഇടയിൽ ഏതോ ഒരു അവൻ കയറി കളിച്ചിട്ടുണ്ട് അല്ലെ. അവനാണ് എല്ലാ പ്രശ്നത്തിലും കാരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവരുടെ പ്രണയത്തിനിടയിൽ 3ാമതൊരു വ്യക്തി കയറി വന്നിട്ടുണ്ട് എന്നർത്ഥം. വെറുതെ അല്ല, ഒരു പ്രണയം പൊട്ട അതന്നെ ധാരാളമല്ല. അപ്പൊ എന്തായാലും ആ അവനെ കണ്ടെത്തണം എന്നുള്ളതാണ് അല്ലെ. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. ഒരു അവൻ ഇതിന്റെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. അത് ആരാണ് ഈ അവൻ എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ബിലാൽ പറയാണ്, അവൻ കോൾ ആക്കിയാൽ നെക്സ്റ്റ് ഞാൻ നിന്നോട് പറയുന്നില്ല, നിർത്തി, ഓക്കെ. അപ്പോ ആരാണ് എന്നുള്ളത് പറയുന്നില്ല. എടുക്കാതെ നിർത്തിയാണ് എനിക്ക് നല്ലത്. അവൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, രഹന വീണ്ടും ആവശ്യപ്പെടും, ഒന്ന് നീ ഫോൺ എടുക്ക്. പക്ഷെ എവിടേക്കോ ഇടയിലുള്ള ചാറ്റൊക്കെ മിസ്സിങ് ആണെന്ന് തോന്നുന്നു. കാരണം മറുപടിയും ചോദ്യങ്ങളും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഒരിക്കൽ ലാസ്റ്റ് എടുക്ക്, ഒരിക്കൽ ലാസ്റ്റ് പ്ലീസ്, മാപ്പാക്കോ എന്നൊക്കെ ചോദിക്കുന്നു. നീ അവൻ എന്തിന് കോളാക്ക്?
ഇനി ഇങ്ങനെ ആക്കല്ലേ SP സോറി, അത് ചെല്ല്, മാപ്പാക്ക് ചെല്ല് പ്ലീസ്. അപ്പൊ ആരോ ഒരാൾ, ഈ അവൻ ആരാണോ അവരോട് മാപ്പാക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. വീണ്ടും ഈ ഒരു 3/8 വീണ്ടും എന്താ പറയുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചാറ്റിങ്. അപ്പോൾ ബിലാൽ പറയുകയാണ് എൻ്റെ ലൈഫ് പോയിട്ടുണ്ട്, നീ ഇങ്ങനെ ആക്കിയിട്ട് എന്നെ വട്ടാക്കണ്ട എന്ന് ബിലാൽ ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ ചെറിയ പിള്ളേരാണ്, പാൽക്കുപ്പികളാണ്. ഇവരൊക്കെ പ്രണയം കൊണ്ട് നടക്കുന്നത് പാൽക്കുപ്പികളാണ്. സത്യം, ജസ്റ്റ് പാൽക്കുപ്പി. ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു പാൽക്കുപ്പി കാര്യമാണ് എന്നുള്ളത്. ഒരു കാമുകന് പോയതിനു ശേഷം വീണ്ടും അടുത്ത കാമുകനുമായി പ്രണയത്തിലാകുന്നു. ആ പ്രണയത്തിലിടയ്ക്ക് വീണ്ടും മൂന്നാമതൊരാൾ കയറി വരുന്നു. അവൻ ഇടങ്കോലിട്ടത് കാരണമാക്കി ഈ പ്രണയം പൊടിയുമെന്ന സാഹചര്യം വരുന്നു. അവിടെ കയറി ഇങ്ങ് തൂങ്ങുന്നു അല്ലെ. ഇതാണ് സംഭവം. നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു പ്രണയമാണെങ്കിലും ആ പ്രണയത്തിലേക്ക് മൂന്നാമതൊരു വ്യക്തി കയറി വന്നാണെങ്കിൽ കഴിഞ്ഞ അതോടെ കാര്യങ്ങൾ, പിന്നെ ആ പ്രണയത്തിന് ഒരു നിലനിൽപ്പില്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ 2-3 എണ്ണനെ അതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. അവർക്ക് അതിന്റെ പേരിൽ കയറി തൂങ്ങണ ഒരു ആവശ്യവും അവൾക്കില്ലായിരുന്നു. ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിക്കുറവ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഈ അവതാരകനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ അവളെ പാൽക്കുപ്പി എന്ന് പറഞ്ഞല്ലോ, ഈ പറഞ്ഞത് എവിടെ വെച്ചാണ്? അവളുടെ സ്വന്തം പെങ്ങളെ മുന്നിൽ വെച്ചാണ് അല്ലെ. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഓൾറെഡി സ്വന്തം ചോരയിലുള്ള പെങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പെൺകുട്ടി. നമുക്കറിയാം പ്രിയപ്പെട്ടവരുടെ വേർപാട് എത്രത്തോളം സങ്കടം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് വീണ്ടും പാൽക്കുപ്പി എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് എത്രത്തോളം അത് സങ്കടം നൽകുന്നുള്ള ചിന്തിച്ചു നോക്കിയാൽ മതി. പാൽക്കുപ്പി എന്ന് പറഞ്ഞതിൽ തെറ്റില്ല, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറയണ്ടായിരുന്നു. മാറി നിന്ന് വേറെ എവിടെന്നെങ്കിലും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചേർക്കാമായിരുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തായാലും ബാക്കിയാണ് കേട്ടോ. എൻ്റെ ജീവിതം ഞാൻ പോയി തരാം. അപ്പൊ അതൊക്കെ അവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ മറുപടിയൊക്കെ അവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ആൻഡ് സീ എന്ന് അവൾ പറയാണ്. ഇങ്ങനെ കാല് പിടിക്കുമ്പോൾ നിനക്ക് കഴിയാഞ്ഞിട്ടല്ല, ഇൻസ്റ്റാ ലൈവ് ഇട്ടിട്ട് ഞാൻ പോവും. ഇത് ലാസ്റ്റ് എന്ന് ഇത് ലാസ്റ്റ് ആണ്, ഇനി നോ മോർ എന്ന് ഞാനോട് പറയുകയാണ്. അവസാനം ഫാനിൽ തുണിയൊക്കെ ചുറ്റിയിട്ടുള്ള ഫോട്ടോ കാണിക്കുന്നു. ഫൈനൽ ഓപ്ഷൻ എന്നാണ് അവൾ പറയുന്നത്. അവൾ പറഞ്ഞു നീ ഹാപ്പി ആയി നിൽക്കുന്നു, ഞാൻ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അവസാനം 3:44 ഇനി എന്തും നോക്കണ്ട, ബൈ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ ഇത് അവസാനിപ്പിക്കുകയാണ്. അവളുടെ ശബ്ദമാണ്. എത്ര മണിക്കാണ് അവൾ ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തത്? ഒരു 4 മണി 5 മണിൻ്റെ ഉള്ളിലായിരിക്കും. അത് ഇത് കഴിഞ്ഞ ഉടനെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവരുടെ ചാറ്റിനും അവളുടെ ആത്മഹത്യക്കും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂറിനുള്ളിൽ അവൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. ഇവൾ മരിക്കുമ്പോൾ അവളുടെ പ്രായം എന്ന് പറയുന്നത് 19 വയസ്സാണ് അല്ലേ, ജസ്റ്റ് ടീനേജ് പ്രായം. ആ പ്രായത്തിൽ ഒരാൾ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്റെ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും 19 വയസ്സ് കഴിഞ്ഞ് വരുന്നവരാണെന്നുള്ളതാണ്. അപ്പൊ ആ സ്വാഭാവികമായിട്ടും ആ പ്രായം കഴിഞ്ഞ് വന്നവർക്ക് അറിയാം ആ പ്രായത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ളത്. നിങ്ങളായി അവളെ കണ്ടാൽ മതി. ആ പ്രായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എടുത്തുചാട്ടം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. ജീവിതത്തെക്കുറിച്ചുള്ള ദീർഘവീക്ഷണം വളരെ കുറവായിരിക്കും. നല്ല ഗൈഡൻസ് ആവശ്യമായിട്ടുള്ള ഒരു പ്രായമാണ് ഈ 19-20 വയസ്സ് എന്നൊക്കെ പറയുന്നത്. തന്റെ കൺമുന്നിൽ കാണുന്നത് എന്താണോ, താൻ അനുഭവിക്കുന്നത് എന്താണോ, അത്രേ ഉള്ളൂ ജീവിതം എന്നായിരിക്കും അന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ ഞാനൊക്കെ അന്ന് അങ്ങനെയാണ് ചിന്തിച്ചത്. അതിനാണ് ദീർഘവീക്ഷണ കുറവെന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊന്നും വലിയ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രായത്തിൽ ഒരു പ്രണയം വരികയാണെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്നായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിക്കുക. ആ പ്രായത്തിൽ പ്രണയിച്ചവർക്ക് അറിയാം അന്ന് പ്രണയമാണ് ഏറ്റവും വലിയ സംഭവം അല്ലേ. പക്ഷെ ആ പ്രായത്തിലെ പ്രണയം ഒന്നുമല്ല നമ്മൾ തിരിച്ചറിഞ്ഞത് കുറെ കഴിഞ്ഞിട്ടാണ്. എന്റെ ജീവിതത്തിലെ പ്രണയം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയം ഉണ്ടാകുന്നത് 19 വയസ്സിലാണ്. അതിന് ശേഷം ഒരു 3 വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചു കേട്ടോ. ഫസ്റ്റ് ബ്രേക്കപ്പ് ഉണ്ടാവുന്ന 22ാമത്തെ വയസ്സിലാണ്. ഞങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അവളുടെ പ്രായം ഏകദേശം ഒരു 19 വയസ്സൊക്കെ തന്നെയായിരുന്നു. അന്നവൾ എനിക്ക് ജീവിതം അടുത്തു, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യിൽ എന്തുകൊണ്ട് വരച്ചൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട്. എനിക്ക് മാത്രമല്ല എന്റെ 2-3 സുഹൃത്തുക്കൾക്കും ഇതേമാതിരി ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. അവർക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ഞെരുമ്പ് കുറിച്ച അനുഭവങ്ങളൊക്കെ. പക്ഷെ അവളുടെ വലിയ സിവിയർ ഒന്നല്ല കേട്ടോ. വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ധാരണ. പക്ഷെ ഇപ്പൊ അവള് കെട്ടിയൊരു കുട്ടിയായി കേട്ടോ, അത് വേറെ കാര്യം. കെട്ടിയത് എന്റെ ഒരു സുഹൃത്തിനെയാണെന്ന് മാത്രം. പോട്ടെ, എങ്ങനെ പോട്ടെ, എന്ത് ചെയ്യാനാണല്ലേ, ഇങ്ങനെ ആയിപ്പോയ അവസ്ഥ. ഇതേമാതിരി ടീനേജിൽ പ്രണയിച്ച പലരും എടുത്തു ചാടി പലതും ചെയ്തിട്ടുണ്ടാകും അല്ലേ. പക്ഷെ ഒരു 5-6 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കതൊരു കോമഡിയാണ് അല്ലേ. ആലോചിച്ച് ചിരിക്കാൻ പറ്റിയൊരു കോമഡി, അത്രേ ഉള്ളൂ. ഇപ്പൊ രഹനയെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സ് ഗൾഫിലായിരുന്നു അല്ലേ. ആ പ്രണയം പൊളിഞ്ഞ സമയത്ത് ഒന്നുമല്ല മക്കള്, ഇതല്ലേ ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും പാരന്റ്സ് അടുത്തില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു എന്ന് എനിക്കൊരു തോന്നുന്നു. പിന്നെ പാരന്റ്സിന്റെ കഥ പറയാത്താന്നല്ലേ. ആ പ്രായത്തിൽ പ്രണയം ഉണ്ടെന്ന് അറിഞ്ഞാണെങ്കിൽ മുട്ടുംകാർ തല്ലുപിടിക്കും. എന്നിട്ടോ കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ പെണ്ണ് കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും, നിനക്ക് ആയ കാലത്ത് പ്രണയിച്ചുകൂടായിരുന്നു എന്നുള്ളത്. അതാണ് പാരന്റ്സിന്റെ അവസ്ഥ. അപ്പൊ നല്ലൊരു ഗൈഡൻസിന്റെ കുറവ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല പാരന്റ്സ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ
ഈ 19-20 വയസ്സ് പ്രായം എന്നൊക്കെ പറയുന്നത് മക്കളെ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അവർ എടുത്തു ചാടി പലതും ചെയ്യും. അന്നേരം കൃത്യമായ ഗൈഡൻസിലൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ പലതും നമ്മൾ കാണേണ്ടി വരും. ഉള്ളത് പറയല്ല, നല്ലൊരു പാരന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് അതിനൊരു കഴിവാണ്. എന്നിരുന്നാലും ഇതിന്റെ വാർത്തകളിലൊക്കെ കമന്റ് ബോക്സിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിയെ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ്. അവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, മറ്റോളാണ് മറിച്ചോളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. എനിക്കൊന്നും ഈ വാർത്ത കേട്ട സമയത്ത് അവളെ പൂർണ്ണമായി അങ്ങ് ബ്ലെയിം ചെയ്യാൻ തോന്നിയില്ല. പ്രായത്തിന്റെ ഒരു എടുത്തുചാട്ടം മാത്രമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. എനിക്കിവിടെ ബ്ലെയിം ചെയ്യാനുള്ളത് ഈ പെൺകുട്ടിയുടെ ചുറ്റുപാടിനെ മാത്രമാണ്. ഈ വിഷയത്തിൽ ഇവളെ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ പെൺകുട്ടിയുടെ ചിന്താഗതിയാണോ പ്രശ്നം, അതല്ലെങ്കിൽ ഒരു പ്രണയം പൊളിയുന്ന സാഹചര്യത്തിൽ അവൾ ഒറ്റപ്പെടുത്തിയ അവളുടെ ചുറ്റുപാടുകളാണോ പ്രശ്നം? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.